നമുക്കിന്ന് വൈകുന്നേരത്തെ ചായയുടെ കൂടെ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിയാലോ? എന്റെ വീട്ടിൽ മിക്കപ്പോഴും വൈകുന്നേരത്തെ ചായയുടെ കൂടെ പഴംപൊരിയായിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. ശനിയാഴ്ച ദിവസം നമ്മൾ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചിട്ട് വരും കേട്ടോ. ആ ഏത്തപ്പഴം പിന്നെ വെള്ളിയാഴ്ച വരെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി തികയോ കേട്ടോ. 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ച് ഇത്രയും ദിവസം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി തികയോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് അങ്ങ് റെഡിയാക്കിയാലോ. മാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈദപ്പൊടി ഇട്ട് എടുത്തേക്കണം. അപ്പോൾ ആവശ്യത്തിന് മൈദപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ചധികം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോവരുത് കേട്ടോ. കൂടിപ്പോയ അവസാനം വെള്ളം പോലെ ഇരിക്കും നമ്മുടെ മാവ്. റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അങ്ങനെ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിത് പഴംപൊരിക്ക് വേണ്ടിയുള്ള പഴം ഇതേപോലെ അരിഞ്ഞങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇവിടെ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കുഞ്ഞു പഴംപൊരിയുടെ കൂടുതൽ താല്പര്യം, വരുന്നതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പഴം എടുത്തിട്ട് രണ്ടാക്കി മുറിച്ചിട്ട് ആ രണ്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും 3ഓ 4ഓ ആക്കിയിട്ട് മുറിക്കണം. അത് ഓരോ പഴത്തിൻ്റെ വണ്ണം അനുസരിച്ചിരിക്കും നമ്മൾ 4ഓ 3ഓ ഇങ്ങനെ ആക്കണത്. പക്ഷേ തീരെ കട്ടി കുറച്ചായിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം കട്ടി കുറച്ചെടുക്കുമ്പോൾ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം കട്ടി കുറച്ച പഴംപൊരി കഴിക്കണത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല 1 കിലോ ഏത്തപ്പഴം എങ്ങനെയാണ് ഒരാഴ്ച പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി തികയുന്നത്. ഇത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നേരെ നമ്മുടെ പഴം നന്നായിട്ട് മാവിൽ മുക്കിയിട്ട് നേരെ എണ്ണയിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. സംഭവം ഇവിടെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയിട്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് ചായക്ക് കടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ക്ഷീണമുള്ളത് നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഒരു ക്ഷീണം ഉണ്ടാവില്ല, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും സംഭവത്തിന്. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.